വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹ്, അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രികൂൻ, ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ. വിശ്വാസികളാണ് എന്ന് പറയുന്നു, ഞങ്ങൾ വിശ്വാസികളാണ് എന്നവർ കരുതുന്നു. പക്ഷേ അവർ ചെയ്യുന്നതാകട്ടെ ശിർക്കിന്റെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് ചരിത്രത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹറ റബ്ബിൻ ലദഖൽതുമൂഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുൻഗാമികളിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടോ, മുൻഗാമികളിൽ എന്തെല്ലാം ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ, അതുപോലെ അവരെ അനുകരിച്ചുകൊണ്ട് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എൻ്റെ ഉമ്മത്തായ ഖൈറു ഉമ്മത്ത് എന്ന് ഖുർആൻ പറഞ്ഞ മുസ്ലിം ഉമ്മത്തിൽ നിന്നും അതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ ആരെയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും എന്നതുകൊണ്ട് ആരെയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അൽ യഹൂദു വൻ നസാറ യാ റസൂലല്ലാഹ്, പ്രവാചകരെ ജൂത ക്രൈസ്തവരെയാണോ ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സുമ്മമൻ, അല്ലാതെ പിന്നെ ആരെയാണ്? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ നോക്കിക്കൊണ്ട് അവസാന നിമിഷങ്ങളിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ ലോകത്ത് വിട പറയുന്നതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ മുമ്പ് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ലഅനത്തുല്ലാഹി അലൽ യഹൂദ് വൻ നസാറ, ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിക്കട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം വസാലിഹിഹിം മസാജിദ. എന്താണ് അവർ ചെയ്തത്? എന്തുകൊണ്ടാണ് ജൂതന്മാരെ ശപിക്കാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ക്രൈസ്തവരെ ശപിക്കാനുള്ള കാരണം? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ പറഞ്ഞു, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം വസാലിഹിഹിം. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ അവരിലെ നല്ല മനുഷ്യരായി ജീവിച്ചിരുന്ന സ്വാലിഹുകളുടെയും ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റി. അതാണ് ഉമ്മത്തെ, എൻ്റെ ഉമ്മത്തിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകരുത് എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന്റെ തൊട്ടു മുമ്പായിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തി.